ലോകം മെയ് 13 ഫാത്തിമയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ അനുസ്മരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിനത്തിൽ ആഗോള വിശ്വാസികളെ ഞെട്ടിക്കുന്ന ഒരു സംഭവവും നടന്നിരുന്നു. 1981 മെയ് 13 അന്നത്തെ മാർപ്പാപ്പായായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമന് നേരെ വധശ്രമം ഉണ്ടാവുകയായിരുന്നു. അന്നേ ദിനം വത്തിക്കാനിൽ ഒത്തുകൂടിയ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാൻ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലൂടെ പോപ്പ് മൊബൈലിൽ സഞ്ചരിക്കവെയാണ് തുർക്കി സ്വദേശിയായ മെഹമ്മദ് അലി അക്ക എന്നയാൾ പാപ്പായ്ക്ക് നേരെ വെടിയുതിർത്തത്. വെടിയേറ്റ പാപ്പായ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 4 വെടിയുണ്ടകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയിരുന്നു. പരിക്കേറ്റ പാപ്പായെ റോമിലെ ജമല്ലി ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ അദ്ദേഹം മാസങ്ങളോളം ചികിത്സയിൽ കഴിയേണ്ടി വരികയും ചെയ്തിരുന്നു. ആ നിർഭാഗ്യകരമായ മെയ് 13 പോപ്പ് ലിയോ 13 സാമൂഹിക ചാക്രിക ലേഖനമായ റേറം നൊവാരം പ്രസിദ്ധീകരിച്ചതിൻ്റെ 90-ാം വാർഷികത്തെക്കുറിച്ച് ഒരു മതബോധന പ്രഭാഷണം നടത്താൻ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തയ്യാറെടുത്തിരുന്നു. കൂടാതെ കുടുംബത്തിനായുള്ള പൊന്തിഫിക്കൽ കൗൺസിലിൻ്റെ രൂപീകരണം പ്രഖ്യാപിക്കേണ്ടതും അന്ന് തന്നെയായിരുന്നു. പിന്നീട് പാപ്പ ആശുപത്രിയിൽ ചെലവഴിച്ച ഓരോ ദിനവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനുമായി വലിയ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയരുകയായിരുന്നു. അന്ന് അത്ഭുതകരമായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയാണെന്ന ബോധ്യം പാപ്പായിൽ രൂപപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ഫാത്തിമ മാതാവിനോട് കൂടുതൽ ഭക്തിയുള്ള ആളായി പാപ്പ മാറുകയും ചെയ്തു. ആക്രമണത്തിന് 25 വർഷങ്ങൾക്ക് ശേഷം 2006 മെയ് 14 ബെനഡിക്ട് 16 പാപ്പ അന്നത്തെ സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു. താൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒരു മാതൃകരത്തിൻ്റെ ഇടപെടലിലൂടെയായിരുന്നുവെന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞു. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം അദ്ദേഹം മാർപ്പാപ്പായായിരുന്ന കാലത്തോളം തുടരുകയും ചെയ്തിരുന്നു. 1983 ഡിസംബറിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ റോമൻ ജയിലിൽ കഴിയുന്ന അലി അഗ്ഗയെ സന്ദർശിച്ച് അയാളോട് ക്ഷമിച്ച് ലോകത്തിനു മുന്നിൽ ക്ഷമയുടെ വലിയൊരു സന്ദേശമായിരുന്നു പങ്കുവച്ചത്. അന്നയാൾ പാപ്പായോട് അത്ഭുതത്തോടെ ചോദിച്ചത് ഒരൊറ്റ കാര്യമായിരുന്നു: ഞാൻ കൃത്യമായി കൊല്ലുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ ഉദ്ദേശിച്ച ഇടങ്ങളിൽ തന്നെ വെടിയുണ്ടകൾ പതിച്ചു. എന്നിട്ടും നിങ്ങൾ മരിച്ചില്ല. ആ സംശയത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: പരിശുദ്ധ അമ്മ. 1984 പാപ്പായുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്ത വെടിയുണ്ട ഫാത്തിമ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സംഭാവന ചെയ്തിരുന്നു. അത് പിന്നീട് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിലെ കിരീടത്തിൻ്റെ വലയത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു.